Assalamu alaikum. വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. ഇന്ന് നമ്മൾ റെസിപ്പി റിലേറ്റഡ് വീഡിയോ അല്ല, ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ഫേസ് ബ്രൈറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹോം റെമഡി എനിക്ക് സജസ്റ്റ് ചെയ്തത് ഷിഗ ചേച്ചിയാണ്. ആളൊരു ബ്യൂട്ടീഷ്യനാണ്. ആൾക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അതായാലും മതി. പിന്നെ നമുക്ക് വേണ്ടത് ബേസൻ ഫ്ലോറാണ്, കടലമാവ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം പൊട്ടാറ്റോ ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് മിക്സി ജാറിൽ വെള്ളമൊന്നും കൂട്ടാതെ അടിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് ആവശ്യമുണ്ട്. പിന്നെ കോഫി, ഹണി, അലോവേര. അപ്പം ഞാനിതിവിടെ ബേസൻ ഫ്ലോർ ഒരു ടേബിൾ സ്പൂണ് ബേസൻ ഫ്ലോർ എടുക്കുന്നുണ്ട്. നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് കോഫി പൗഡർ, 1 ടീസ്പൂണ് ഹണി. ഈ അലോവേരയുടെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ജെല്ലെടുക്കണം. നിങ്ങളത് കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് കുത്തനെ വെക്കുക. കാരണം ഇതിൽ ഒരു യെല്ലോ കണ്ടൻറ്റ് ഉണ്ട്. അത് നമ്മുടെ ഇതിൽ പെടുകയാണെങ്കിൽ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഒന്നിങ്ങനെ മാറ്റി വെക്കേണ്ടത്. ഇത് ചിലപ്പോൾ അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഒരു ടീസ്പൂണോളം അലോവേര ജെല്ലെടുക്കാം കേട്ടോ. ഇനി ഇതൊരു പാക്കാക്കാനുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുറച്ചായിട്ട് നമുക്ക് പൊട്ടാറ്റോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇത് നമുക്കൊരു 7 ഡേയ്സ് അപ്ലൈ ചെയ്താൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ്. നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണിത്. നമുക്കിത് ഒരു ദിവസം അപ്ലൈ ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വല്ല ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കൈമ്മിലാണ് കാണിക്കുന്നത്. നിങ്ങളെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാക്ക് ഉണ്ടല്ലോ, നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് വെക്കുക. ഇനി നിങ്ങൾക്ക് 20 മിനിറ്റ്സിന് മുന്നേ തന്നെ ഇത് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഒന്നിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ നമുക്കിത് 20 മിനിറ്റ്സ് വെക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക. പെട്ടെന്ന് ഡ്രൈ ആവുന്നത് അവരുടെ സ്കിൻ ടൈപ്പ് കുറച്ച് ചൂട് കൂടിയത് കാരണമായിരിക്കും പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഐസ് ക്യൂബ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഈ 20 മിനിറ്റ്സിന് ശേഷം നന്നായിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഒരു റിസൾട്ട് നമുക്ക് തോന്നും. ഒരു 7 ഡേയ്സ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നല്ലൊരു എഫക്റ്റീവ് റിസൾട്ട് കിട്ടും. എന്തായാലും നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.